ഹായ് വിൻസി ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് സിംഗിൾ പാറ്റേണിൽ വരുന്ന കുർത്തിയും അതിൻ്റെ കളർ ചേഞ്ചസും ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ജോർജറ്റ് മെറ്റീരിയൽ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ്. സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളല്ല, എന്നാൽ ചെറിയ രീതിയിൽ വരുന്ന ഹാൻഡ് വർക്കെല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കുർത്തി വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും യൂണിക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നെക്ക് ലൈനിലായിട്ട് നമുക്കൊരു ആലിലേക്ക് ആ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്ന പാറ്റേണിൽ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കട്ട് ബീഡ്സിൻ്റെ മിറേഴ്സിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ കുർത്തിയുടെ കളർ വരുമ്പോഴത്തേക്കും ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ്. റോയൽ ബ്ലൂവിൻ്റെയും അതുപോലെ തന്നെ നേവി ബ്ലൂവിൻ്റെയും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സിലാണ് ബ്ലൂ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പിങ്കിൻ്റെയും ഗ്രേയുടെയൊക്കെ ഒരു കോമ്പിനേഷനിലാണ് മൾട്ടി കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. അതും ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റെയിനി സീസണിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് സൈഡ് പോർഷനിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് തന്നെ നമുക്ക് ഡൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സിമ്പിളാണ് എന്ന് കുറച്ച് ഹാൻഡ് വർക്ക് എല്ലാം കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൂവിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത് ഒരു പിങ്കിൻ്റെയും ബ്രൗണിൻ്റെയും ഗ്രേൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഫ്രോക്കായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രേപ്പ് ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പോർഷനിൽ ഡോറി ഉണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് തന്നെ നമുക്ക് ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 650650. അടുത്ത കളർ വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പർപ്പിളിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഫ്രോക്ക് മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്കാണ്. നെക്കിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഈ പ്രിന്റ് കാണാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. ഈ റെയിനി സീസണിൽ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടൈപ്പിലുള്ള ഫ്രോക്ക് കുർത്തീസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഹെമ്മയിലേക്ക് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് പോർഷനിൽ ഡോറി ഉണ്ട്. സ്ലീവ് 3/4 സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനുണ്ട്. അതിൻ്റെ അകത്ത് കളേഴ്സ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. ഇതുപോലെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ആയിട്ട് വരുന്ന പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയുണ്ട്. ഇതിൽ ഈ ഫ്ലോറൽ പ്രിന്റ് ആണെങ്കിലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വരുന്നത് 650650. അടുത്ത കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ്. വൈറ്റ് ആൻഡ് ബേജ് കളറിലാണ് വന്നിരിക്കുന്നത്. കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇന്നത്തെ ഈ പാറ്റേണിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ വൈറ്റ് ഷെയ്ഡ് പോലത്തെ ഷെയ്ഡും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. വൈറ്റ് മാത്രമായിട്ടല്ല വന്നിരിക്കുന്നത്. വൈറ്റിൻ്റെയും ബേജിൻ്റെയും പേസ്റ്റൽ ബേജിൻ്റെയും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിൻ്റെയും പിങ്കിൻ്റെയും കൂടി കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുണ്ട്. സ്ലീവൊക്കെ ആണെങ്കിലും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഈ ഹാൻഡ് വർക്ക് വരുന്ന ഒരു പോർഷനിൽ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് ഇതിൻ്റെ അതൊരു പീച്ച് കളർ ത്രെഡും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ കളേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും തോന്നുന്നു കേട്ടോ. പിന്നെ കളേഴ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എപ്പോഴും കളേഴ്സിന് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും കേട്ടോ. നമുക്ക് നേരിൽ കാണുമ്പോൾ അതിനേലും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ആയിരിക്കും. എല്ലാം തന്നെ നമ്മൾ ഏത് വീഡിയോയിലാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നില്ല. എല്ലാ വീഡിയോസിലും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. അത് നമ്മളുടെ നോർമലി നമ്മൾ തന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതെന്താണെങ്കിലും നമ്മൾ ഈ ഒരു പ്രോഡക്ട്സ് കാണിക്കുമ്പോൾ ഉണ്ടാവും. വേറെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ പ്രോഡക്ട്സ് സെയിം തന്നെ ആയിരിക്കും. കളറിൽ മാത്രമാണ് പറയുന്നത്. ചെറിയ ലൈറ്റ് ആയിട്ട് വരുന്ന ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വരുന്നത് 650650. അടുത്ത കളർ വേണ്ടി നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. മറൂൺ ചിലപ്പോൾ വീഡിയോയിൽ കുറച്ച് റെഡിഷ് ആവാൻ ചാൻസ് ഉണ്ട്. റെഡ് എല്ലാം മറൂൺ ആണ്. മറൂണിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ആ ഫ്ലോറൽ പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ്. ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന കളേഴ്സ് മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ മറൂൺ ആണെങ്കിലും ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് എല്ലാം വന്നിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫ്രോക്ക് മോഡലിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. ഇനിയിപ്പോൾ നമുക്ക് ലെഗിൻ കൊടുത്തിട്ട് ആംഗിൾ ലെഗ് കൊടുത്ത് കുർത്തിയായിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എയറിംഗ് പാറ്റേണിൽ വന്ന് ഹെമ്മയിലേക്ക് ഇതുപോലെ ഗ്യാദേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറി ഉണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. സ്ലീവ് ആണെങ്കിലും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ ഇങ്ങനെയാണ്.
ഇതാണ് ഈ ഒരു കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ വെയർ ചെയ്യുമ്പോൾ അതിനാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഒരു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 650650. ലാസ്റ്റ് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് ബ്ലാക്കും ഗ്രേയുടെ കോമ്പിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് വരുമ്പോഴും ആ ഒരു പിങ്കിൻ്റെയും ലൈറ്റ് ബ്ലൂവിൻ്റെയും ബ്രൗണിൻ്റെയും കൂടിയൊക്കെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. സ്ലീവ് ഒക്കെ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. ഇതാണ് ഈ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മിറേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ്. റേറ്റ് വരുന്നത് 650650. ഇൻസൈഡ് കേരളയാണെങ്കിൽ DTDC ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച കുർത്തീസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യട്ടെ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ വരുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.